സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, 12 ടെൻസ് ഉണ്ട്, 12 പത്തുകൾ, 12 വൺസ് ഉണ്ട്, 12 ഹൺഡ്രഡ്സ്, 12 ടെൻസ്, 12 വൺസ്. ഇത് കൂടിയ നമ്പർ ഏതാണ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ആരും വിളിച്ചു പറയരുത്, വിളിച്ചു പറയരുത്. കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ. ശരി, കോഹോസ്റ്റായ കുട്ടി പറയൂ, എത്രയാണ് കുട്ടികൾ ആൻസർ ചെയ്തിരിക്കുന്നത്? 1332. 1332 ശരിയാണ്. കിട്ടാത്ത കുട്ടി പറഞ്ഞുതരാം. 12 നൂറുകൾ എന്ന് പറഞ്ഞാൽ 12ന്റെ കൂടെ 2 സീറോ. 12 ടെൻ എന്ന് പറഞ്ഞാൽ 12ന്റെ കൂടെ 1 സീറോ. 12 വൺ എന്ന് പറഞ്ഞാൽ 12 മാത്രം. ഇത് കൂട്ടിയാൽ ആ കുട്ടി പറഞ്ഞതുപോലെ 1332 ആണ്. മനസ്സിലായവർക്ക് യെസ് എന്ന് പറയാം. മതി. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളെ. 3 into 2 into 5 into 7 into 9. ഇത് എത്രയാന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളോട് ചോദിക്കുന്നത് ഇതിന്റെ വൺസ് പ്ലേസ് എത്രയാണ്, ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എത്രയാണ്, ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് എത്രയായിരിക്കും ഇത് ഗുണിച്ചാൽ? കമന്റ് ചെയ്യാനാ? ചെയ്യാൻ മതി, വിളിച്ചു പറയണം. വിളിച്ചു പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. കമന്റ് ചെയ്താൽ മതി മക്കളെ. അപ്പൊ നമുക്ക് ഓരോ സ്കൂളൊന്ന് വിളിച്ചു നോക്കട്ടെ. അവരിലുണ്ടോ നോക്കണല്ലോ. ലിറ്റിൽ ഫ്ലവർ മാനന്തവാടി ആരെങ്കിലും ഉണ്ടോ? ഒരാളുടെ പേര് പറയൂ. വീഡിയോ ഓൺ ചെയ്യൂ. ലിറ്റിൽ ഫ്ലവർ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യൂ, കാണട്ടെ. ശരി, അപ്പൊ വീഡിയോ ഓൺ ചെയ്ത ഐഡിയുള്ള ഒരു കുട്ടീനെ ഞാൻ വിളിക്കാം. ആ കുട്ടി പറയട്ടെ, ഗീത MG എന്ന ഐഡിയുള്ള കുട്ടി. ആ മോളുടെ പേരെന്താ? ഉണ്ടെന്നില്ല. മൈക്ക് ഓൺ ചെയ്യാണ്ട് ആ മോക്ക് കിട്ടുമോ? മൈക്ക് ഓൺ ചെയ്തോ. ശരി, എന്നാ പോട്ടെ, അടുത്ത ആളില്ല. ഡെനിൻ എന്ന ഐഡിയുള്ള കുട്ടി, അവരും ഇല്ല. അർഷ്ടിന എന്ന ഐഡിയുള്ള കുട്ടി. എത്രയാ മോളെ ഇതിന്റെ ഉത്തരം? 0 is the right answer. ശരി മോളെ, അർഷിന തന്നെ പറയൂ. അർഷിന നല്ല പേര്, വേറെന്തോ പേരായിരിക്കും അല്ലയോ? എന്താ മോളെ പേര്, യഥാർത്ഥ പേര്? ഇന്ദ്ര. എന്തുകൊണ്ടാണ്, ആരാണ് ഈ 0ന് ഉത്തരവാദി? ഇവിടെ 0 വരാനുള്ള റെസ്പോൺസിബിലിറ്റി എടുത്തത് ആരായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ 0 ആ മോള് പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 5 2 5
ശരിയാണ്. 2 5 ആ 5 5 ശരി. ഓ ഇന്ദ്ര മോള് ശ്രദ്ധിച്ചോ? 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ്? 10 അപ്പൊ ഏതൊരു സംഖ്യയെയും ഇനി മക്കൾ ഞാൻ പറയാൻ ശ്രദ്ധിക്കണേ. എത്ര സംഖ്യകൾ ഉണ്ടായാലും നിങ്ങൾ എത്ര വലിയ സംഖ്യ ഉണ്ടെങ്കിലും അതിനെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ആളായിട്ട് സ്ഥാനം പിടിക്കുക 0 ആയിരിക്കും. അപ്പൊ ആ 0 വരാനുള്ള കാരണക്കാരൻ 2ഉം 5ഉമാണ്. അങ്ങനെ വരുമ്പോ 0 വരും. അപ്പൊ ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ, എനിക്കൊരു ഒരു താല്പര്യം തോന്നി. 1 into 2 into 3 into 4 into 5 ചെയ്താൽ അവിടെ എത്ര 0 ഉണ്ടാവും അതിന്റെ യൂണിറ്റ് ബേസില്? 1 3 3 6 3 9 4 3 12 5 0 എത്ര 0 ഉണ്ടാവും? ഒരു 0 ഉണ്ടാവും. കാരണം ഇതിന്റെ ആൻസർ 120 ആണ്. അപ്പൊ 1 മുതൽ 5 വരെ ഗുണിക്കുമ്പോൾ ഒരു 0 അവിടെ ഉണ്ടാവാനുള്ള കാരണക്കാർ ഈ 2ഉം 5ഉമാണ്. 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. 10 കൊണ്ടുള്ള ഗുണനം അവിടെ വരുമ്പോൾ ഒരു 0 വരികയായി. ഇനി എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. എനിക്ക് തോന്നി 1നെ 2 കൊണ്ട് ഗുണിച്ച് ഇങ്ങനെ ഗുണിച്ച് ഇങ്ങനെ 10 വരെ ഗുണിക്കണം എന്നെനിക്കൊരു ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര 0 ഉണ്ടാവും? അല്ല, 2 0 ഉണ്ടാവും. 2 ക്ലാസ്സിൽ മൊത്തം ശരിക്കും പഠിക്കുന്നുണ്ടല്ലോ. 2 0 ഉണ്ടാവും. ഇനി അവിടെ ചോദിച്ചോട്ടെ, 1 into 2 into 3 into അങ്ങനെ ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു കഴിഞ്ഞാല് into 15 വരെ മൾട്ടിപ്പിൾ ചെയ്താൽ അവിടെ എത്ര 0 വരാനുള്ള സാധ്യത ഉണ്ട്? 3. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ 20 വരെ ഗുണിച്ചാൽ എത്ര 0 വരാൻ സാധ്യതയുണ്ട്? 4 ആ ഇനി അടുത്ത് കേട്ടെ, അങ്ങനെ പോയി 25 വരെ ഗുണിച്ചാൽ എത്ര 0 വരാൻ സാധ്യതയുണ്ട്? അല്ല, അവിടെ നിങ്ങൾ തോറ്റു. 25 ഗുണിച്ചാൽ അവിടെ 6 0 വരും. എന്തായിരിക്കും 6 0 വരാനുള്ള കാരണമെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള പേരൻസിനോടോ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളോടോ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു തരുമോ? അടുത്ത ചോദ്യം. ഞാൻ ഇങ്ങനെ ഇന്ന് വോട്ടൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു നമ്മുടെ റോഡ് സൈഡിലൊക്കെ പല വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ അവർക്ക് വാടക ഒന്നും കൊടുക്കണ്ട, റോഡ് സൈഡിലാണ് നിർത്തിയിട്ടിട്ട് അവിടുന്ന് തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അവിടെ ഒരു ബോർഡ് കാണാൻ ഇട വന്നു. 2.5 കിലോ, 1 2 പിന്നെ ഒരു 1/2 കിലോ കൂടി, 2.5 കിലോ ഓറഞ്ചിന് 135 രൂപയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്ത് 2.5 കിലോ? 2.5 കിലോ 135 എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടത്, എനിക്ക് 1 കിലോ മതി മക്കളെ, എനിക്ക് 2.5 ഒന്നും വേണ്ട. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ വാങ്ങും.
1 കിലോന് ഞാൻ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? സാറേ 2.5 കിലോക്ക് 135 അല്ലേ? അതെ. അപ്പൊ എനിക്ക് 1 കിലോ വേണ്ടു. ഞാൻ 135 കൊടുക്കണം. ആ, ആരാ പറഞ്ഞു തന്നത്? 54 ആരാ പറഞ്ഞു തന്നത്? പറ. 54 ആര് പറഞ്ഞു തന്നു? സാർ എന്നെടുത്തന്നെ കണക്കാണ്. ഏത് സ്കൂളായിരുന്നു? ശരി. അപ്പൊ ഇത് കണ്ടുപിടിക്കാന് ഞാൻ അന്ന് പറഞ്ഞു തന്നത്, നിങ്ങൾ ചെറിയ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 2.5 കിലോന്റെ ഇരട്ടിയാണ് 5 കിലോ. അത് ശരിയല്ലേ? അപ്പോൾ നമ്മൾ 270 രൂപ കൊടുക്കേണ്ടി വരും. ഇതിന്റെ ഇരട്ടി കൊടുക്കണം. 5 കിലോയുടെ ഇരട്ടിയാണ് 10 കിലോ. അപ്പോൾ നമുക്ക് 540 കൊടുക്കേണ്ടി വരും. 10 കിലോ വാങ്ങുന്ന ആള് ഈ കണക്കിൽ 540 കൊടുത്താൽ 1 കിലോ വാങ്ങുന്ന ആള് എത്ര കൊടുക്കണം? 54. ശരി, മനസ്സിലായി. ഇനി ഞാൻ കുറച്ച് ചിത്രം വരയ്ക്കും. ആ ചിത്രം വരച്ചു കഴിഞ്ഞാല് ആ 4ാമത്തെ 3 ചിത്രം ഞാൻ വരയ്ക്കും. 4ാമത്തെ ചിത്രം ഏതാ നിങ്ങൾ വരയ്ക്കണം. എന്റെ കൂടെ തന്നെ വരച്ചോളൂ. ഓക്കെ സാർ. കാണിച്ചെന്ന് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു നോക്കോളെ. ആദ്യം ഇങ്ങനെ ഒരു ചിത്രം. ആഹാ. അതിന്റെ മേലെ ഇങ്ങനെ ഒരു സംഭവം. പിന്നെ ഞാൻ ഇങ്ങനെ വരച്ചു. അതിങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇവിടെ മിഡിൽ ഇങ്ങനെ വന്നു. അടുത്തത് 3ാമത്തെ ചിത്രം ഇങ്ങനെയാണ്. അപ്പൊ നോക്കോളെ, 1ാമത്തെ ചിത്രം, 2ാമത്തെ ചിത്രം, 3ാമത്തെ ചിത്രം. 4ാമത്തെ എന്തായിരിക്കും? ഞാനിവിടെ ഉത്തരം വരയ്ക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ നിങ്ങൾ വരച്ചതായിട്ട് ശരിയാണെന്ന കുട്ടികൾ അവരുടെ പേര് പറഞ്ഞാൽ മതി. ആ, 1ാമത്തെ ചിത്രം ഞാൻ വരച്ചത് ഇങ്ങനെയാണ്, 2ാമത്തത് ഇങ്ങനെയാണ്, 3ാമത്തത് ഇങ്ങനെയാണ്. എന്താ പറയാൻ നോക്കുന്നില്ല സാറിനെ കേൾക്കുന്നുള്ളൂ. പറയാൻ നോക്കുന്നത് എന്താണെന്നുള്ള എനിക്ക് തിരിയുക. തേർഡ് ക്വസ്റ്റ്യൻ കാണുന്നില്ല. തേർഡ് ക്വസ്റ്റ്യൻ കാണാണ്ട് എങ്ങനെയാ? ഞാൻ കാണുന്നുണ്ടല്ലോ. ഇതൊന്ന് കാണില്ല. തേർഡ് ക്വസ്റ്റ്യൻ ഇപ്പൊ കാണുന്നില്ല. ഇനി ഞാൻ വരയ്ക്കുന്നേ. നിങ്ങൾ അതുപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവരുടെ പേര് പറയാം. എല്ലാവർക്കും ശരിയാണെന്നില്ല, എന്നാലും നോക്കാം. 4ാമത്തെ ചിത്രം ആ 3ാമത്തെ അതേ പെട്ടി തന്നെ വെച്ചിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ വരച്ചത് എന്ന് എനിക്കറിയണം. എത്ര വെരി ഗുഡ്. അപ്പോ ശരിയാണ്.
കുറെ കുട്ടികൾ ശരിയാണ്. ശരിയാവാത്ത കുട്ടികൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പൊ മൈക്ക് മ്യൂട്ട് ചെയ്തോളെ, ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്താൽ മതി മക്കള്. അടുത്ത ചിത്രം നോക്കാം. അടുത്ത ചിത്രം, ആദ്യത്തെ ചിത്രം 3 ഒരേപോലെ ഒരു മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ ചെറിയൊരു അംബ്രല്ല കൊടുക്കാം. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈക്ക് മ്യൂട്ട് ചെയ്യണം. അടുത്ത രണ്ടാമത്തെ ചിത്രം അതേപോലെ 3 വട്ടം. എന്നിട്ട് അതിൽ ആരാണ് മൈക്ക് ഓൺ ചെയ്യല്ലേ പ്ലീസ്. മൂന്നാമത്തെ ചിത്രം സൈഡിലേക്കാണ് പോകുന്നത്, ഇങ്ങനെ. എന്നിട്ട് ഇങ്ങോട്ടാണ്. ശരി, നിങ്ങൾ തീരുമാനിക്കൂ, നാലാമത്തത് എന്തായിരിക്കും? സാർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ ഇപ്പൊ കണ്ടോളൂ. സർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് കാണുന്നില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിവിടെ കാണുന്നുണ്ട്. ഫോൺ ചരിച്ചു പിടിച്ചേ. സർ കിട്ടി. അല്ല, ഇപ്പൊ എല്ലാരും കാണുന്നുണ്ടോ 3 ചിത്രവും? പ്രോവിഡൻസ് ജൂനിയറിലേക്ക് പോകാം. പ്രോവിഡൻസ് ജൂനിയറിലെ മക്കൾ ആരെങ്കിലും ഒന്ന് പറയൂ, മൂന്നാമത്തെ ചിത്രം വരച്ചവര് ഇങ്ങനെ കാണിച്ചത്, അവര് വരച്ച നോട്ടൊന്ന് കാണിച്ചേ. അതെ, ഇങ്ങനെയാണെങ്കിൽ ശരിയാണ്. എങ്ങനെ? ഇങ്ങനെ ആരെങ്കിലും വരച്ചിട്ടുണ്ടോ? അപ്പൊ അതാണ് ശരി. ശരി, കാണാത്ത കുട്ടികൾക്ക് ഇപ്പം വീഡിയോ ഒന്നുകൂടി വന്നാൽ കാണാം. അടുത്തത് വേറൊരു ചിത്രമാണ്. എന്റെ കൂടെ തന്നെ വരച്ചോളൂ, സമയക്കുറവുണ്ട്. എന്റെ കൂടെ തന്നെ വരച്ചോളൂ കേട്ടോ. സാറിനെ കാണുന്നില്ല. എന്നെ കാണണ്ട, എനിക്ക് ബോർഡ് കണ്ടാ മതി. എന്നെ ഇങ്ങനെ മെനക്കെട്ട് കാണണ്ട. ശരി, ഈ ചിത്രം കണ്ടാ മതി മക്കള്. എന്തിനാ എന്നെ ഇങ്ങനെ കാണുന്നു? ഒന്നിങ്ങനെ വരച്ചു, ഒരെണ്ണം ഇങ്ങനെ വരച്ചു. രണ്ടാമത്തെ ചിത്രം ഇങ്ങോട്ട് വരച്ചു, എന്നിട്ട് പോയോ. ആരോ സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രം ഇതാണ്, ഇങ്ങനെ വരച്ചു. ഒറ്റ മിനിറ്റ് മക്കളെ, ഒന്നുകൂടി മാറ്റി വരയ്ക്കാം. ഒന്നുകൂടി ഒന്ന് മാറ്റി വരയ്ക്കുന്നു. ആദ്യത്തെ ചിത്രം ഇങ്ങനെയാണ്. നിങ്ങളിപ്പം വരച്ചൊന്ന് മാറ്റി വരയ്ക്കണം. എന്താ, ആദ്യത്തെ ചിത്രം ഇങ്ങനെയാണ്. രണ്ടാമത്തെ ചിത്രം ഇങ്ങനെയാണ്. മൂന്നാമത്തെ ചിത്രം ഇങ്ങനെയാണ്. നാലാമത്തെ ചിത്രം ഏതായിരിക്കും? സാർ മൂന്നാമത്തെ ചിത്രം കാണുന്നില്ല. ഇതാ ഇപ്പൊ കാണുന്നില്ല, ഞാൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഫോണിൽ ഫുൾ സ്ക്രീനാക്കി വെച്ചാൽ മതി. നാലാമത്തെ ചിത്രം വരച്ചത് കാണിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. സാർ തേർഡ് സാർ കാണില്ല. തേർഡ് പിക്ചർ കാണില്ല. കാണുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ എന്ന് പറയുന്നത് കാണുന്നുണ്ടോ?
അപ്പൊ മറ്റു കുട്ടികൾക്ക് കാണുന്നുണ്ട്, മോക്ക് എന്താ കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സാരി, മൂന്നാമത്തെ ചിത്രം എങ്ങനെ വരും എന്ന് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. മൂന്നാമത്തെ ചിത്രം എങ്ങനെ വരുമെന്ന് വരച്ച് കാണിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ വായിച്ചു, നിങ്ങളുടെ കയ്യിൽ അതുണ്ട്. എന്നിട്ട് മൂന്നാമത്തെ ചിത്രം എല്ലാവരും ഇങ്ങനെയാണ് വരച്ചതെങ്കിൽ അത് ശരിയാണ്, ഇങ്ങനെ വരച്ചവർക്ക് യെസ് എന്ന് പറയാം. നോന്ന് പറഞ്ഞവർക്ക് അല്ലാതെയും വരയ്ക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം മക്കൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ചോദ്യത്തിന്റെ ചിത്രം വരയ്ക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് വരയ്ക്കണം. ശ്രദ്ധിച്ചോളൂ. ഒരു ചെറിയ പെട്ടി വരച്ചു. കയ്യന്റെ ചിഹ്നിട്ട് ചിത്രം കാണുന്നില്ല. 2 3 4 5 1. അത് വേണ്ട നമുക്ക്, അത് നമുക്ക് വേണ്ട. ഇങ്ങനെ പെട്ടി വരച്ചു. ഈ പെട്ടിയുടെ നീളം 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വീതി ലെങ്ത് 10 ബ്രെഡ്ത്ത് 4 വീതി 4. നിങ്ങളോടുള്ള ചോദ്യം, ഇതിൽ നിന്ന് 2 സെന്റിമീറ്റർ സൈഡുള്ള എത്ര സ്ക്വയേഴ്സ് സമചതുരങ്ങൾ മുറിച്ചെടുക്കാം കിട്ടും? How many squares will get by the side of 2 centimeters? 2 സെന്റിമീറ്റർ ഉള്ള എത്ര കിട്ടും? ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ എന്തൊക്കെയോ കാണുന്നില്ല. 6. ശരിയായ ഉത്തരം വന്നില്ല. 5. 5. 7 NV എന്ന് പറയുന്ന ആൾക്ക് കയ്യിന്റെ ചിഹ്നമൊക്കെ ഇടുന്നു. 5. ശരിയായ ഉത്തരം വന്നില്ല. 44. 6. 7. എല്ലാവരും ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഞാൻ എന്ത് ചെയ്യാൻ? മൈക്ക് ഓഫ് ചെയ്യലാണ്, നിവൃത്തിയില്ലല്ലോ. എനിക്കറിയേണ്ടത് ഇതിന്റെ ആൻസർ 10 എന്ന് ടൈപ്പ് ചെയ്ത കുട്ടികൾ ഉണ്ടോ എന്ന് അറിയണം. ഉണ്ടെങ്കിൽ അവരുടെ മൈക്ക് ഓൺ ചെയ്ത് സ്കൂളിന്റെ പേര് പറയാം. ഉണ്ട്. പത്ത് എന്ന് ടൈപ്പ് ചെയ്ത കുട്ടി ധൈര്യമായിട്ട് വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരിക. എങ്ങനെ 10 കിട്ടി എന്ന് പറഞ്ഞു തരിക. അതിനാർക്കും ധൈര്യമില്ല. നിങ്ങൾ 40 എന്നും മനസ്സിലായില്ല. 2 സെന്റിമീറ്റർ സൈഡുള്ള സമചതുരം നിങ്ങൾക്ക് മുറിച്ചെടുക്കണമെങ്കിൽ
ഇവിടുന്ന് രണ്ടെടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടെടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടെടുത്തു. 2, 2, 4, 2, 6, 2, 8, 2, 10. 2, 2, 2, 2, 2. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് ഈ 4 ഇങ്ങനെ തന്നെ അങ്ങ് പോയാല് ഇവിടെയും നിങ്ങൾക്ക് 1, 2, 3, 4. അപ്പോൾ ഇത് കൃത്യമായിട്ടല്ല വരച്ചെങ്കിലും ഇത് 2 ഒരു സ്ക്വയറാണ്, ഇതൊരു സ്ക്വയറാണ്, ഇതൊരു സ്ക്വയറാണ്, ഇതൊരു സ്ക്വയറാണ്, ഇതൊരു സ്ക്വയറാണ്. അങ്ങനെയാണ് സാർ വരച്ചത്. ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5 മേലെയും 5 താഴെയും കിട്ടില്ലേ? സാർ പക്ഷെ അത് റെക്ടാങ്കിൾ അല്ല. ഓ സാർ പക്ഷെ അത് റെക്ടാങ്കിൾ അല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര 2 സെന്റിമീറ്റർ സൈഡുള്ള എത്ര സ്ക്വയേഴ്സ് കിട്ടുന്നല്ലേ എന്റെ ചോദ്യം. ഹലോ. ഓ ഞാൻ റെക്ടാങ്കിൾ വരച്ചോട്ടെ, നിങ്ങളോട് ചോദിച്ച സ്ക്വയർ എത്ര കിട്ടുമെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വരൂ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഹലോ. ഓ യെസ്, ഒരാൾ അങ്ങോട്ട് പോവാ. ഇനി നിങ്ങൾ കിട്ടിയ 14 കിട്ടിയ കുട്ടികൾ അതൊന്ന് പറഞ്ഞേ, 14 എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഞാൻ പറഞ്ഞ സ്ക്വയർ മുറിച്ചെടുക്കല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഓരോന്ന് ഉത്തരം പറഞ്ഞോ, വിശദീകരണം തരൂ. ഹലോ, കേൾക്കാമോ? അപ്പോൾ നിങ്ങൾ കിട്ടിയ ഉത്തരങ്ങൾ എങ്ങനെയാണെന്ന് വിശദീകരിച്ച് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഒന്ന് വിശദീകരിച്ച്. സാറേ എനിക്ക് 10 കിട്ടിയത്. ആർക്കാ മോക്ക് പേരെന്താ? ആ 10 കിട്ടിയ കുട്ടിയുടെ പേരെന്താ? ഏത് സ്കൂളാ? അല്ല, ശരിയില്ല. ആ മോളൊന്ന് മുന്നോട്ട്, ബാക്കിയുള്ള കുട്ടികളൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. അന്ന ശരിയില്ല കുട്ടി എന്ന് പറഞ്ഞേ. മോൾ ഇങ്ങനെ തന്നെയാണോ കട്ട് ചെയ്തെടുത്തത്? അല്ലേ? അപ്പോ നിങ്ങൾക്ക് ആദ്യം തന്നിരിക്കുന്നത്, മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ആദ്യം നിങ്ങളോട് പറയുന്നത് ഇത് 10 സെന്റിമീറ്റർ നീളം, 4 സെന്റിമീറ്റർ വീതി. ഈ 4ന്റെ നടുക്കൂടെ നമ്മളങ്ങ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ 2 കിട്ടും. 10നെ നിങ്ങൾ ഇങ്ങനെ 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 കട്ട് ചെയ്താൽ 2, 2, 2, 2, 2, 2, 4, 6, 10. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്ക്വയറും ഈ സ്ക്വയറും ഈ സ്ക്വയറും ഈ സ്ക്വയറും ഈ സ്ക്വയറും. അങ്ങനെ മക്കൾക്ക് 1, 2, 3, 4, 5 സ്ക്വയർ മേലെയും 1, 2, 3, 4, 5 സ്ക്വയർ താഴെയും കിട്ടില്ലേ? അപ്പൊ മൊത്തം എത്ര കിട്ടും? 10. ഇവിടെ ഏകദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ക്ലാസ്സില് നിങ്ങൾക്ക് തരുന്ന ഹോംവർക്കുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടാത്ത കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്നുകൂടി ഒന്ന് ആവർത്തിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. നേരത്തെ 4ാമത്തെ ചിത്രമാണ് നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കൂട്ടത്തിൽ പെടാത്ത ചിത്രമാണ്. അതിൽ പ്രോവിഡൻസ് സ്കൂള്, ജൂനിയർ സ്കൂൾ കുട്ടികൾക്ക് നേരിട്ട് കിട്ടിയതാണ്. അല്ലാത്ത കുട്ടികളാണ് ഇത് പറയേണ്ടത്. 4 ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. ആ 4 ചിത്രത്തില് കൂട്ടത്തിൽ പെടാത്ത ചിത്രം ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. 4 ചിത്രമായ അവിടെ കൊടുത്തത്. 4 ചിത്രത്തിൽ കൂട്ടത്തിൽ പെടാത്ത ചിത്രം ഏതാണ്?
ശരി, കോഹോസ്റ്റായ കുട്ടികൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ശരി, പറയൂ മക്കളെ, ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്ത ചിത്രം? ഫസ്റ്റ് വൺ. അതെന്തുകൊണ്ടാണ്? മാത്രം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തില്ല, ബാക്കിയുള്ള ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പകുതിയാണ്, അതാണ് കൂട്ടത്തിൽ പെടാതായി പോയത്. ഇനി അടുത്ത ചിത്രം നോക്കിക്കോളെ. ഇങ്ങനെ ഒരു പെട്ടി, ഇങ്ങനെ മറ്റൊരു പെട്ടി, ഇങ്ങനെ ഒരു ചിത്രം, ഇങ്ങനെ മറ്റൊരു ചിത്രം, ഇങ്ങനെ ഒരു ചിത്രം, ഇങ്ങനെ ഒരു ചിത്രം, ഇങ്ങനെ ഒരു ചിത്രം, ഇങ്ങനെ ഒരു ചിത്രം. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഫോർത്ത് വൺ ആണ്. അതെന്തുകൊണ്ടാ? ബാക്കിയുള്ള എല്ലാത്തിന്റെയും മുമ്പില് അതേപോലത്തെ വേണം വെച്ചിട്ടുണ്ട്, പക്ഷെ ഫോർത്ത് ഉള്ളിലാണ് വെച്ചത്. ശരി, എന്താ മോളെ പേര്? ഷാനി ഇപ്പൊ പറഞ്ഞത് ഉത്തരം. ഇനി വേറെ കുട്ടി പറഞ്ഞോളൂ, ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? പറയും. ഞാൻ സെലക്ട് ചെയ്യുന്ന ഇതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞാൽ? ബാക്കിയെല്ലാം 3 ലൈനാണ്, ഇത് മാത്രമേ ലൈനാണ്. ഇതിന് 4 ലൈൻ ഉണ്ട്. ശരിയാണ്, അതിന് 4 ലൈൻ ഉണ്ട് പോലും. ഇനി അടുത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? മൈക്ക് മ്യൂട്ടാന്ന് പറഞ്ഞു. മൈക്ക് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കുട്ടികൾ വല്ലാണ്ട് ബഹളം വെക്കുന്നു, അതുകൊണ്ടാണ് ഓൺ ചെയ്ത് വേണം. അപ്പം ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. അത് വവ്വൽ സൗണ്ട് അല്ലാത്തതുകൊണ്ട് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഈ ചിത്രം കൂടി തന്നിട്ട് നമുക്ക് അടുത്ത സംഗതി ഏതാ നോക്കണേ. ഇങ്ങനെ ഒരു വര, ഇങ്ങനെ, 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 ഇങ്ങനെ. ഏതാ കൂട്ടത്തിൽ പെടാത്തത്? ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, നാലാണോ? നിങ്ങൾ ടൈപ്പ് ചെയ്ത് ശരിയാണ്. ഏതാണ്? സെക്കൻഡ്. എന്താ പറയാനുള്ളത് പറയൂ. വാഗേരി സ്കൂൾ ആവണീന്റെ രക്ഷിതാവാണേ. ഏതാ സ്കൂള്? വാഗേരി. പറയൂ, എന്താണ്? അവർക്ക് ഇന്നലെ ഒരു കണക്ക് സാറ് പറഞ്ഞു കൊടുത്തത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഏതാണ് ചോദ്യം? ചോദ്യം ഒരു മൊബൈൽ നമ്പറിനെ പറ്റിയാണ്. ആ കണക്ക് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയണത്. അത് ഇന്നലെ സാറ് അതിന്റെ ഒരു 2 ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇപ്പൊ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് പറയൂ. 95 26 26 71 74 84 20. ഒരു മൊബൈൽ നമ്പറിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും? ഡിജിറ്റിലുണ്ടാവും 10 എണ്ണം ഉണ്ടാവും. 10 എണ്ണം ഉണ്ടാവും. ശരി, അപ്പൊ ആ അമ്മ തന്നെ കേൾക്കട്ടെ. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ആ അമ്മ പങ്കെടുക്കട്ടെ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും. കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയണം, ഇല്ലെങ്കിൽ അവർ ആ സംശയം കൊണ്ട് അവിടെ കിടക്കും. അമ്മ തന്നെ ശ്രദ്ധിച്ചോളൂ. ബാക്കിയുള്ളവർ മൈക്ക് മ്യൂട്ട് ചെയ്യുക. നമ്മൾ ഏതൊരു സംഖ്യയും അതിലെ ഡിജിറ്റ്സ് അക്കങ്ങൾ ആദ്യം ഒന്ന് കൂട്ടി നോക്കുക.
നമുക്ക് 2 ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യും മക്കളെ പ്ലീസ്. അപ്പോ 9 5 14 2 16 6 22 7 29 1 30 38 4 42 2 44 ആണല്ലോ ആദ്യം കൂട്ടിയാൽ കിട്ടുക. അമ്മ പറയട്ടെ, നിങ്ങൾ പറയണം. യെസ് ഓർ നോ? അപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആദ്യം കൂട്ടിയാൽ കിട്ടുന്നത് 44 ആണ്. ഏതൊരു സംഖ്യയെയും ആദ്യം കൂട്ടിയാൽ കിട്ടുന്നതിനെ പറയുക സം ഓഫ് ഡിജിറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ അക്കങ്ങളുടെ തുക എന്നാണ്. അത് 44 ആണ്. പിന്നീട് പരീക്ഷയ്ക്ക് ഇവരോട് അക്കത്തുക അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട് എന്നാണ് പുതിയ പേര്. ഡിജിറ്റൽ റൂട്ട്, അതിന് അക്കത്തുക എന്ന് പറയും. ഈ അക്കത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ വീണ്ടും ഈ 44നെ നിങ്ങൾ കൂട്ടിയിട്ട് 8ലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ഡിജിറ്റൽ റൂട്ട്. അതെപ്പോഴും ഒരു ഡിജിറ്റ് ആവും, മറ്റേത് ഒന്നിലധികം ആവാം. ഇനി ഉദാഹരണത്തിന് 1947, ഇത് ആദ്യത്തെ കൂട്ടലിൽ നമുക്ക് കിട്ടുന്നത് 9 1 14 14 7 21 ആണല്ലോ. ആ 21നെ നമ്മൾ പറയുക സം ഓഫ് ഡിജിറ്റ് എന്നാണ്. ഇത് വീണ്ടും കൂട്ടിയിട്ട് 3 എന്ന ഡിജിറ്റിലേക്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുക ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ അക്കത്തുക എന്നാണ്.